ഇന്നപ്പോ ഒരു റിവ്യൂ ട്രെയിലർ റിയാക്ഷൻ ഒന്നുമല്ല. ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു. ഞാൻ ഇതുവരെയുള്ള മിക്ക എപ്പിസോഡ്സും കണ്ടിട്ടുണ്ട്. എപ്പിസോഡ്സ് അല്ല, എല്ലാ സീസണും ഞാൻ കണ്ടിട്ടുണ്ട്. സീസൺ 1 മാത്രമേ ഞാൻ കാണാത്തുള്ളൂ. 2 തൊട്ട് ഇതുവരെയുള്ള എല്ലാ സീസണും ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ജിൻഡോ ബ്രോ ആണ് ഇന്നലെ ഗ്രാൻഡ് ഫിനാലേക്ക് കപ്പും മുക്കിക്കൊണ്ട് പോയത്. പുള്ളി അത്യാവശ്യം ഡിസേർവിംഗ് ആയിരുന്നു. കാരണം അവിടെ അവസാനം വന്നവരിൽ പുള്ളിക്ക് കിട്ടണമായിരുന്നു ഒരു മര്യാദ, അതങ്ങനെ തന്നെ ഉണ്ടായി. പക്ഷെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ സീസണിന്റെ സർവ്വ എപ്പിസോഡ്സും ഞാനിത് കണ്ടാണ്. എന്ന് വെച്ചാൽ മറ്റേ ലൈവ് ചെയ്ത് കുടയ്ക്കാൻ വയ്യ. എപ്പിസോഡും പ്ലസും ഞാനിത് കാണാറുണ്ട്, മെയിനും പ്ലസും. അപ്പോ ഏറ്റവും വേസ്റ്റ് സീസൺ ഇതാണെന്ന് ഞാൻ പറയും. ബിഗ് ബോസ് ഹിസ്റ്ററിയിലെ തന്നെ, ബിഗ് ബോസ് മലയാളം ഹിസ്റ്ററിയിലെ വേസ്റ്റ് സീസൺ എവർ. അത് പറയാതിരിക്കാൻ വയ്യടേ. കാരണം സീസൺ 4 എനിക്ക് കുറെ പൊട്ടിയ സീസണാണ്. കുറെയൊക്കെ ഇവന്മാര് എന്തൊരു ചെയ്യണത് അങ്ങനെയൊക്കെ തോന്നി ഇടയ്ക്ക് വെച്ചൊരു ബ്രേക്ക് എടുത്ത് നിർത്തിയ ഒരാളാണ് ഞാൻ. മറ്റേ റോബി രാധാകൃഷ്ണനെ പറഞ്ഞൊക്കെ വിട്ടതിന് ശേഷം പതുക്കെ ഞാൻ നിർത്തി സീസൺ 4 ആണ്. എന്നാൽ ഇത് കണ്ടാൽ ഞാൻ പറയും, ഇത് കണ്ടു തീർത്ത ഞാൻ പറയും സീസൺ 4 ആയിരുന്നു കുറെ കൂടി നല്ലതെന്ന്. ഇതാണ് ഏറ്റവും വലിയ തൊലി. എന്തുവായിരുന്നു അത്? തുടക്കം തൊട്ടേ ഒരു 4 ഭാഗത്ത് 4 കോണിലായിട്ട് ഓരോരോ കുന്തളിപ്പുകൾ. അല്ലാതെ ഞാൻ എന്ത് പറയുന്നു? ജാസ്മിൻ ഗബ്രി പറയാൻ എനിക്ക് താല്പര്യമില്ല. എന്നാലും എന്തോന്നടേ കാണിച്ചു കൂട്ടിയത് അവിടെ കിടന്ന്. രണ്ടിനെ ഒറ്റ ഫ്രെയിമിൽ കാണാം എല്ലാ നേരത്തും. പിന്നെയുണ്ടോ, പിന്നെ കുറെ പേരൊക്കെ ഉണ്ട്. ഇപ്പൊ ബാംഗ്ലൂർ ഡേയ്സ് എന്ന് പറഞ്ഞ സായി സിജോ നന്ദന, എനിക്കറിഞ്ഞു ആകെ കൂടെ മര്യാദയ്ക്ക് അവനെ ബുദ്ധി വരെ വന്ന് അടിപൊളിയായിട്ട് കളിച്ച് തുടങ്ങിയ സിവിൻ ബ്രോ, DJ സിവിൻ, RJ സിവിൻ. അപ്പൊ അങ്ങേരെ ചവിട്ടി പുറത്താക്കി, അങ്ങേരെ പടിയടച്ച് പിണ്ടം വെച്ചെന്ന് വേണമെങ്കിൽ പറയാം. റോക്കി പിന്നെ കയ്യിലിരിപ്പ് പറഞ്ഞാൽ പുറത്തേന്ന് പറയാം. രതീഷ് ആയാലും റോക്കി ആയാലും സിജോ ആയാലും പിന്നെ നമ്മുടെ സിബിൻ ആയാലും ഇവരൊക്കെയാണ് ടോട്ടലി എന്താ പറയാ, അവര് എന്തെങ്കിലും മിണ്ടാൻ പോകുന്നവര്, ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നവര്. ഇപ്പൊ ജിൻഡോ ചേട്ടന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ പുള്ളിനെ ആദ്യമേ എല്ലാവരും ഒരു മണ്ടൻ ടാഗ് കൊടുത്ത് ചിത്രീകരിച്ചു. തുടക്കം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങേര് എന്തൊരു ഇതൊക്കെ കാണിക്കണമെന്ന്, എന്ത് തിരിവാണ് ഇങ്ങേര് കാണിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് എല്ലാത്തിൻ്റെയും സ്വഭാവവും എല്ലാത്തിൻ്റെയും എന്താ വീക്ക് പോയിന്റ്സ് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് മനസ്സിലാവും പുള്ളിക്കാണ് അവിടെ ഏറ്റവും ബുദ്ധിയുള്ളത്, പുള്ളിയാണ് കറക്റ്റ് എയിം ചെയ്ത് ഷൂട്ട് ചെയ്യണമെന്നുള്ളത്. അത് പറയാതിരിക്കാൻ വയ്യ. പുള്ളിക്കാണ് അവിടെ ബുദ്ധിയുള്ളത്. സത്യം പറഞ്ഞത് എല്ലാവരും മണ്ടൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ മുദ്ര കുത്തുന്നത് മാത്രമേ ഉള്ളൂ, മറ്റേ സോ കോൾഡ് മണ്ടൻ. അതിനല്ല, അവന്മാർ മണ്ടൻ ടാഗ് കൊടുക്കുന്നു, മണ്ടൻ അവാർഡ് കൊടുക്കുന്നു, എന്തൊക്കെയാണ് ആ പുള്ളിനൊക്കെ പറഞ്ഞത് എല്ലാവരും കൂടി. എന്നിട്ട് അവസാനം പുള്ളി തന്നെ അടിച്ച്. അതിന് സന്തോഷം തന്നെ ഉള്ളൂ. പക്ഷെ ആ സിബിനെ ചവിട്ടി പുറത്താക്കിയത് നല്ല തേമ്പിയ പരിപാടി. തേമ്പിയെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഏത് വാക്കാ പറയാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓവറോൾ ഒരു അഴുക്ക സീസൺ എന്നാണ് പറയുന്നത്. കാരണം ഞാൻ 1 ഞാൻ കണ്ടില്ല, 2, 3, 4, 5, 6 ഇതില് ഞാൻ ടോട്ടലി കംപ്ലീറ്റ് ചെയ്തത് ഒരു 100 days മൊത്തം കണ്ട് തീർത്തതെന്ന് പറഞ്ഞാൽ 5ഉം 6ഉം ആണ്. 5 അടിപൊളി സീസണായിരുന്നു. 4 ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ്. 3യിലാണെങ്കിൽ നിങ്ങൾക്കറിയാം, ലോക്ക്ഡൌണൊക്കെ ആയിട്ട് അവർ ഇടയ്ക്ക് ഒരു ബ്രേക്ക് ഇട്ടിട്ട് പിന്നെ വോട്ടിങ്ങിന്റെ പശ്ചാത്തലത്തിലാണ് മണിക്കുട്ടനെ ജയിപ്പിച്ചത്. സെക്കൻഡ് സീസൺ രജിസ്ട്രാറുള്ള സീസൺ അത് അങ്ങനെ നിർത്തി. പുള്ളിക്കില്ലെങ്കിൽ ആർക്കും വേണമെന്നുള്ളൊരു ഇതായിരുന്നു അവിടെ തീർന്നത്. അപ്പോ ഇതുവരെ ഞാൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീസൺ 5 ആണ്. മാരാറിന്റെ പുള്ളിക്ക് എന്താ പറയാ, ഈ പുറത്തുള്ള ഓഡിയൻസിന്റെ പൾസ് അറിയാം. പുള്ളി അതിനനുസരിച്ചാണ് നല്ലോണം ചെയ്തത്. മാത്രമല്ല ആ സീസണിൽ തന്നെ നമുക്ക് കുറെ പേരൊക്കെ ഇഷ്ടക്കുറവോ എന്തൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആയിരുന്നു. ഈ സീസൺ 6ലാണെങ്കിൽ കുറെ മാര് കണ്ണി തോണ്ടി, മറ്റേ മൂക്കി തോണ്ടി, ചെവിയിനുള്ളി എന്നൊക്കെ പറഞ്ഞാണ് ഓരോ വർഷം ഉണ്ടാകുന്നത്. ആൻഡ് സീക്രട്ടേറിയറ്റിന്റെ കാര്യം എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പുള്ളി അവിടെ കയറുന്ന ഒരാഴ്ച മുമ്പ് വരെ ബിഗ് ബോസ് എപ്പിസോഡ്സിനെ കുറിച്ച് റിവ്യൂ ഇട്ടുകൊണ്ടിരുന്ന
അപ്പോൾ നമ്മള് എന്താ വിചാരിക്കുക, ഓട്ടോമാറ്റിക്കലി നമ്മൾ വിചാരിക്കും പുള്ളിക്ക് ഈ കളീൻ്റെ ഒരു ഇതറിയാം, പുള്ളി എപ്പോഴും ഇത് അനലൈസ് ചെയ്യുന്നു, പുള്ളി ക്രിട്ടിസൈസ് ചെയ്യുന്നു, പുള്ളിക്ക് അവിടെ പോയിട്ട് ആരെയൊക്കെ എന്തൊക്കെ രീതിയിൽ യൂസ് ചെയ്ത് പുള്ളിക്ക് കയറാം, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്. പുള്ളി അവിടെ പോയി അടിച്ച് കലക്കും, പൊളിച്ചടുക്കും, ഇങ്ങനെയൊക്കെ വിചാരിച്ച് ഒന്നുമില്ല. സിജോന്റെ കേസായാലും സിജോയും തുടക്കം നല്ലൊരു ഈ പറഞ്ഞ മറ്റേ എന്തിനായിരുന്നു കാട്ടുതീയില്ലേ, അത് തുടക്കത്തിൽ നല്ല തീയായിരുന്നു. പുള്ളി ആ ഇട്ടി കൊണ്ട് പോയി തിരിച്ചു വന്നതിന് ശേഷം ഒതുങ്ങി. ഋഷീന്റെ കേസൊന്നും ഞാൻ പറയണം, കാരണം പുള്ളി തീരുമാനിച്ച പോലെയാണ്, ഒരാളെ ഡിപ്പെൻഡ് ചെയ്തേ അവിടെ കളിക്കുള്ളൂ എന്നൊക്കെ പുള്ളി തീരുമാനിച്ചതായിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളെ സാബു ചേട്ടനും മറ്റേ ശ്വേതാമേനൊക്കെ വന്നപ്പോൾ നല്ല ഊക്കലൂക്കി, എല്ലാത്തിലോട്ടും നല്ല ഊക്കലൂക്കി. ഒന്നും പറയാനില്ലേ. പിന്നെ കുറെ ഉണ്ട്, ശരണ്യ, അപ്സര, ശ്രീതു അർജുന്റെ കേസ് ഞാൻ പറയാം. പുള്ളി ഇപ്പൊ റണ്ണറപ്പ് വന്നിരിക്കുകയാണ്. റണ്ണറപ്പ് വരാൻ മാത്രം ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞോളാം. പുള്ളി അവിടെ കളിക്കണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഹീസ് എ ഗുഡ് ആക്ടർ. നല്ല 2 റോൾസ് ഒക്കെ മറ്റേ ജാൻമോണിനെ നോറേനെയൊക്കെ പുള്ളി അവിടെ നല്ല രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്ത് ഒരു എന്താ പറയുക, ഒരു ഫൺ സാധനം പുള്ളി അവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സീസൺ കാണുന്നവരാണ് നിങ്ങൾക്കറിയാം. പക്ഷെ അടുത്തൊക്കെ അടിപൊളി സാധനമായിരുന്നു. ഇൻ ഗെയിം വരുമ്പോഴത്തേക്ക് അതിപ്പോ ഫിസിക്കൽ ഗെയിംസിലാണെങ്കിൽ അർജുൻ പൊളിയ, ഋഷി പൊളിയ, അഭിഷേക് പൊളിയ, സിജോ പൊളിയ, അവരെല്ലാവരും നല്ലോണം ചെയ്യും. അല്ലാതെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നോക്കിയിരിക്കും, ചിലപ്പോഴൊക്കെ 2 ചീത്ത പറയും. ഋഷിന്റെ കേസൊക്കെ തുടക്കത്തിന് പൊട്ടിത്തെറിച്ച് എല്ലാത്തിനകത്തും ദേഷ്യമൊക്കെ പെട്ടിട്ട് റൂമിൽ പോയിരുന്ന കാര്യം. ഋഷി അൻസിബ അതൊരു സൈഡിൽ, അങ്ങനെ ജാസ്മിൻ ഗബ്രി വേറെ സൈഡിൽ, ശ്രീതു അർജുൻ വേറെ സൈഡിൽ. എനിക്ക് അറിഞ്ഞു. ഓവറോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു മുമ്പിയ സീസൺ. പിന്നീട് പറയാനുള്ളതാണെങ്കിൽ ഞാൻ ഈ സീസൺ 4ന്റെ ഗ്രാൻഡ് ഫിനാലെ കണ്ടിട്ടുള്ള ഞാൻ ക്ലിപ്പ് ഇപ്പോഴും കാണാറുണ്ട്. ദിൽഷയ്ക്ക് കപ്പ് കൊടുക്കുമ്പോൾ ആർക്കും ഒരു വികാരമില്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനായിക്കോട്ടെ, അവിടെ ഇരിക്കണേ ഓഡിയൻസ് ഉണ്ടായിരുന്നു, ഓഡിയൻസിനായിക്കോട്ടെ, ലാലേട്ടനെ പോലും ഇല്ല, എന്നാ കൊണ്ടുവെക്കോന്നുള്ള രീതിയാണ് കൊടുത്തുവിട്ടത്. അത് വെച്ചൊക്കെ നോക്കുമ്പോൾ സീസൺ 5ന്റെ ആയാലും 6ന്റെ ആയാലും ഒക്കെ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് അടിപൊളിയായിരുന്നു എന്നാണ് പറയാം. ടോട്ടലി അവിടം വരെ ഉള്ളതല്ല, ആ 98 ദിവസം മൊത്തം എടുത്ത് ഒഴിച്ച് കളഞ്ഞിട്ട് ഈ ഒരു എപ്പിസോഡ് കാണാൻ നല്ല രസമായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം കാണുമ്പോൾ നമുക്കൊരു ഇതൊക്കെ ഉണ്ടാവില്ല, ഒരു ചിരി, ഒരു പുഞ്ചിരിയൊക്കെ ഉണ്ടാവില്ല അങ്ങനെ. ബട്ട് ടോട്ടലി പറയുകയാണെങ്കിൽ ആർക്ക് കിട്ടിയാലും ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു എനിക്ക്. അത് ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് മതിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനൊന്ന് എന്താ പറയുക, ഇത് ചെയ്യാൻ പറ്റില്ല, റീലോഞ്ച് ചെയ്യാൻ പറ്റില്ല, അതിനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല അതിനെ. അതാണ് പ്രശ്നം. ആൻഡ് സീസൺ 3 മണിക്കുട്ടനെ കപ്പ് കൊടുത്തപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ളത്. കാരണം പുള്ളി ഒരു പച്ച മനുഷ്യനുണ്ട്, പുള്ളിക്ക് പുള്ളീൻ്റെതായ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ, പുള്ളീൻ്റെ കഥ, ഇതൊക്കെ കേട്ട് നമ്മൾ നേരെ പുള്ളിനെ ജയിക്കണമെന്ന് നമ്മളങ്ങ് വിചാരിച്ചു, പുള്ളിക്കനെ വോട്ട് കൊടുത്തു നമ്മൾ. ആൻഡ് ടോപ്പ് 5 വന്നിട്ട് അവസാനം വന്ന് സായി വിഷ്ണു മണിക്കുട്ടനായിരുന്നു. അന്ന് പുള്ളിയുടെ സ്പീച്ചൊക്കെ കേട്ട് ഞാനിന്ന് കരഞ്ഞിട്ടുള്ളതാണ്. പറയുമ്പോൾ നിങ്ങൾ കിട്ടുന്നൊക്കെ വിചാരിക്കും, പക്ഷെ അതല്ല, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിലോട്ടുള്ളൂ. ഇപ്പൊ കാണുന്നവരെ തന്നെ ഈ ബിഗ് ബോസ് കാണുമ്പോഴേ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്കൊരു സിനിമ എന്നുള്ള സാധനം വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു എന്റർടൈൻമെന്റ് സാധനം എന്തെങ്കിലും വേണ്ടത്, അതുകൊണ്ട് മാത്രം കാണുന്നതാണ്. അപ്പൊ ഇത്ര പറയാനുള്ളൂ. ഇതൊന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് വിചാരിച്ച് ഞാൻ. സാധാരണ എന്ന് വെച്ചാൽ ഈ എപ്പിസോഡ് മൊത്തം കണ്ടിട്ട് ഒരുമിച്ച് ഇതിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ പറയാനാണ് ഞാൻ വിചാരിച്ചത്. എ ക്ലാസ് തേമ്പിയ സീസൺ, വേസ്റ്റ് സീസൺ ഫോർ എവർ.